നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഘോര വിഷൻ നോക്കാൻ പോകുന്നത് ഒരു 5 നാളുകാരെ കുറിച്ചാണ്. അതിനു മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ ലൈക്കും ഉണ്ടാവണം. വിഷു കയ്യെത്തും ദൂരത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടാകാൻ പോവുകയാണ്. അതിൽ നേട്ടങ്ങൾ മികച്ചു നിൽക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടിൻ്റെയും അവസാനമാണ് വിഷു. പലപ്പോഴും അത് നിങ്ങൾക്കറിയാമല്ലോ. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാർഷികോത്സവമാണ് വിഷു. അതുകൊണ്ട് തന്നെ രാജയോഗമായ ഫലങ്ങളാണ് ഓരോ നക്ഷത്രക്കാർക്കും ഉള്ളത്. ഗജകേശ്വരി യോഗം ഫലത്തിൽ വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവർ ആഗ്രഹിച്ച പോലെ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും. എല്ലാ കാര്യങ്ങളും ഇവർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടന്നു കിട്ടുകയും ചെയ്യും. അത്ര അധികം മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനാൽ എല്ലാ അർത്ഥത്തിലും ഇക്കൂട്ടർ ജീവിതത്തിൽ സമ്പന്നരായിരിക്കും. ഗജകേശ്വരി യോഗം ഫലത്തിൽ വരുന്നത് 27 നക്ഷത്രക്കാരിൽ ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂരം നക്ഷത്രക്കാർ ഗജകേശ്വരി യോഗം കൊടികുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷു തുടങ്ങുന്നതോട് കൂടിയിട്ട്. എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടാൻ ഇവർക്ക് ചങ്കൂറ്റവും കഴിവും ഉണ്ടായിരിക്കും. ഭരണരംഗത്തൊക്കെ ഇവർ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എല്ലാ സമയത്തും ഇവർക്ക് കഴിയില്ലെങ്കിലും ഈ ഒരു സമയം വിഷു തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതാണ്. ഗജകേശ്വരി യോഗം ഇവരെ വല്ലാതെ അങ്ങ് ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജീവിതത്തിൽ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എല്ലാ തരത്തിലും പറഞ്ഞാൽ ഈ പൂര നക്ഷത്രക്കാർ ഈ ഗജകേശ്വരി യോഗം കൊണ്ട് നല്ല ഉന്നതിയിലെത്തുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത വിഷു വരെ, അതായത് 2026 ഏപ്രിൽ വരെ. അടുത്തതായിട്ട് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വിഷു വരുന്നതോട് കൂടിയിട്ട് ഒരു ഗജകേശ്വരി യോഗം എത്താൻ പോവുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് സമ്പന്ന ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇവർക്കുണ്ടാവുന്ന കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥമായ ജീവിതം നയിക്കാനും ഇവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഉയരാനും ഇവർക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും നല്ല ശമ്പളവും വർധനവും ഉണ്ടാവാനും അതുമൂലം സമ്പന്ന ശേഷി നിലനിർത്താനും ബിസിനസ് രംഗങ്ങളിലൊക്കെ വിജയിക്കാനും ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കാലഘട്ടം ഉചിതമാണ്. വിഷു ഇവർക്ക് എല്ലാ ശുഭാനുഭവങ്ങളും നൽകുന്നതായിരിക്കും. അടുത്തതായിട്ട് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഗജകേശ്വരി യോഗം ഫലത്തിൽ വരുന്ന സമയം കൂടിയാണ്. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും കൊയ്യാൻ ഇവർക്ക് സാധിക്കും. സമയം പ്രതികൂലമാണെങ്കിലും ആ സമയത്തെ വകവയ്ക്കാതെ കേശ്വരി യോഗം ഇവരുടെ ജീവിതത്തിൽ ആറാടി നിൽക്കും എന്നൊരു സമയം കൂടിയാണ്. ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ, സമ്പന്നമായിക്കോട്ടെ, പ്രതീക്ഷിക്കാത്തത്ര സമ്പത്ത് ഇവരുടെ കയ്യിൽ വന്നു ചേരും. എല്ലാ അർത്ഥത്തിലും സുഖജീവിതം നയിക്കാൻ കഴിയുന്നവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ. അത്തം നക്ഷത്രമാണ് അടുത്ത്. അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഗജകേശ്വരി യോഗം ഇവർക്ക് ലോട്ടറിയും ചിട്ടിയും എന്ന രൂപത്തിൽ ഇവർ കയ്യിലെത്തുന്നതായിരിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര ഉയരങ്ങളിലേക്ക് എത്താൻ ഈ അത്തം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കേശ്വരി യോഗം കൊണ്ട് ഇവർ ജീവിതത്തിൽ സമ്പന്നമാകും. മാത്രമല്ല, സുഖസൗകര്യങ്ങൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖസൗകര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റവും മെച്ചം ഉള്ള കാലഘട്ടം കൂടിയായിരിക്കും ഈ വിഷു വന്നതോടുകൂടിയിട്ട്. അടുത്തതായിട്ട് മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാരിൽ ഗജകേശ്വരി യോഗം മികച്ച മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. അതുമൂലം അതിലൂടെ ജീവിതം തന്നെ മാറി മറിയുന്നു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ആഗ്രഹിക്കുന്ന എന്തും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഗജകേശ്വരി യോഗത്തോട് കൂടിയിട്ട്. ഈ വിഷു ഇവർക്ക് എല്ലാ തരത്തിലും സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒരു വിഷു ആയിരിക്കും. മാത്രമല്ല, ഇവർ എന്താഗ്രഹിച്ചാലും ഈ സമയത്ത് ഈ ഒരു വർഷക്കാലം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സുഖാനുഭവങ്ങളും ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെയധികം സുഖം അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷു വരുന്നത്. ഈ പറഞ്ഞ 5 നക്ഷത്രക്കാർക്കാണ് കേശ്വരി യോഗം ഗജകേശ്വരി യോഗം വരുന്നത്. കാരണം ഈ വിഷുവിനോടനുബന്ധിച്ച് ഇവർക്ക് ഒരു വർഷക്കാലം ഗജകേശ്വരി യോഗം, കാരണം ഇവരെന്താഗ്രഹിച്ചാലും സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇനി ഇതൊക്കെ എല്ലാവർക്കും ഫലത്തിൽ വരാം. അത് ഒരു പരിധി വരെ എല്ലാവർക്കും ഫലത്തിൽ വരാം. പക്ഷെ ആർക്കെങ്കിലും ഈ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റമോ അല്ലെങ്കിൽ ഇത് കിട്ടാതെ വരികയോ ചെയ്താൽ നിങ്ങൾ
ഒരു അസ്ട്രോളജറെ കാണിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വിശ്വാസമുള്ള ഒരു അസ്ട്രോളജറെ കാണിച്ച് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കണം. ജാതകമില്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഒന്ന് പരിശോധിപ്പിക്കണം. എന്താണ് എന്ന് എനിക്ക് ഈ അനുഭവം ഒന്നും വരാത്തതെന്ന് നോക്കുക. തക്കതായ പരിഹാരങ്ങൾ ചെയ്താൽ ജീവിതം മാറി മറിയാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം വെടുകരുത്. ഒരു 50 വയസ്സിന് മുന്നേ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ്. കുറെ വൈകി കഴിഞ്ഞാൽ പിന്നെ ഈ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വരാതെയാവും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന കാലം വരെ നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടും കാര്യമുള്ളൂ. നമുക്ക് ആ യോഗം ഉണ്ട് ഈ യോഗം ഉണ്ട് കണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സായാൽ നമുക്ക് ആ യോഗമൊന്നും നമുക്ക് ലഭിക്കണമെന്നില്ല. യോഗം ഉണ്ടാവും. നമുക്ക് സ്വന്തമായി അധ്വാനിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം മാറി മറിയുകയുള്ളൂ. അല്ലെങ്കിൽ പൂർവിക സ്വത്ത് വന്നിട്ട് മാറി മറിയുന്നതോ ലോട്ടറി അടിക്കേണ്ടതോ ഒരു സമയം വേണം. അല്ലെങ്കിൽ ലോട്ടറി അടിക്കുകയോ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ഉണ്ടാവുകയോ അതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലൊരു അനുഭവത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. സാധാരണ നോർമൽ ഒരാൾക്ക് ജീവിതത്തിൽ അധ്വാനിക്കാൻ കഴിയുന്ന ഒരാൾക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു 50 വയസ്സ് വരെ നമ്മൾ ഇത്തരം അനുഭവങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഒരുപാട് പ്രായമായിട്ട് ധാരാളം അനുഭവങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ ഉണ്ടാവും, പക്ഷെ എല്ലാം ഫലത്തിൽ വരില്ല. വന്നാലും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകും. അപ്പോൾ അഘോരവിഷൻ ചാനലിന്റെ ഈ ഒരു 5 നക്ഷത്രക്കാരെ കുറിച്ചുള്ള ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.